തിരിച്ചുവരവ് സാധ്യമാക്കാൻ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന AICC സമ്മേളനത്തിന് ഗുജറാത്തിൽ ഇന്ന് തുടക്കം. അർബുദരോഗം ബാധിച്ച സുഹൃത്തിനെ കാണാൻ വിദേശത്തേക്ക് പോയി എന്ന കഥ പറഞ്ഞ പ്രിയങ്ക ഇന്ന് സമ്മേളനത്തിൽ എത്തിയേക്കില്ല. പട്നയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സംഘവും ഗുജറാത്തിലെത്തി. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിനാണ് കോൺഗ്രസ് ഇത്രയധികം പൈസ മുടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ചെറിയ സങ്കടമുള്ളത്. അടിവേര് പോലും ജീർണിച്ചഴുകി നശിച്ചുപോയ കോൺഗ്രസ് പാർട്ടിയാണ് ഇനി തിരിച്ചുവരവിന് വേണ്ടി വലിയൊരു ശ്രമം നടത്താൻ പോകുന്നത്. ആദ്യം നേതാക്കന്മാർ നന്നാകണം, എങ്കിലേ അണികളെ ചേർത്ത് നിർത്താൻ പറ്റൂ എന്നുള്ള കുറഞ്ഞ ഒരു തത്വം പോലും ഇവർക്ക് ആർക്കും അറിയില്ല. പ്രിയങ്ക ഗാന്ധി സ്ഥിരം ശൈലി തുടരുന്നുണ്ട്. ഇപ്പോഴും ടൂറിൽ തന്നെയാണ്. തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഞാൻ എങ്ങോട്ടുമില്ല എന്ന മട്ടിലാണെങ്കിൽ പിന്നെ അണികളുടെ കാര്യം പറയണോ? ഒരു തരത്തിൽ എല്ലാവർക്കും ഒരു ടൂർ തരപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടി ചെലവിൽ മുന്തിയ ഹോട്ടലിൽ AC മുറിയിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കാം. കുറഞ്ഞ പക്ഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ക്ഷീണം കൂടുതൽ തോന്നാതിരിക്കാനെങ്കിലും ഇത് ഉപകാരപ്പെടും. അതല്ലാതെ ഇത്തരം പ്രഹസനം കൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് പോയ പ്രതാപം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പ്രതീക്ഷ, അത് വേണമല്ലോ. രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച ഫ്ലക്സ് നാടുനീളെ വെച്ചു കഴിഞ്ഞാൽ കിട്ടാനുള്ള വോട്ട് കൂടി പോകുമെന്നത് മാത്രമാണ് മിച്ചം. കുട്ടിക്കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയാകും രാഹുലിന് അധികാരം കിട്ടിയാൽ അതിന് ഒരാളും ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. ഈ രാഹുലാണല്ലോ ഇത്രയും വലിയ ഒരു പാർട്ടി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച് ഇവരെയൊക്കെ മര്യാദ കുട്ടപ്പന്മാരാക്കി പുറത്തിറക്കാൻ ഒരുങ്ങുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു വലിയ തമാശ കേട്ട പ്രതീതിയാണുള്ളത്. രാഹുലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല രാഹുലിന്റെ കാര്യം പോലും. അപ്പോഴാണ് ബാക്കി. കേരളത്തിലെ VD സതീശിനെയും രമേശ് ചെന്നിത്തലയെയും ഉൾപ്പെടെ തരൂരിനെ വരെ മര്യാദ പഠിപ്പിക്കാൻ രാഹുൽ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. തമ്മിൽ തല്ലിയും കുതുകാൽ വെട്ടിയും എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്ന് പറഞ്ഞ് ഇപ്പോഴും കലപില കൂട്ടുന്ന കേരളത്തിലെ ബുദ്ധിയും ബോധവും ഉറയ്ക്കാത്ത കോൺഗ്രസുകാരെ നന്നാക്കാൻ രാഹുൽ ഒരുമ്പട്ടിറങ്ങിയാൽ ബാലവേല എന്ന് പറയുകയല്ലാതെ വേറെ നിവർത്തിയില്ല. 64 വർഷത്തിനു ശേഷമാണ് ഗുജറാത്തിൽ AICC സമ്മേളനം നടക്കുന്നത്. അഹമ്മദാബാദ് നഗരവും സമ്മേളന നഗരിക്ക് സമീപവും മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ ഫ്ലക്സ് ബോർഡുകളാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഒന്നും മുറികൾ ഒഴിവില്ല. ഹോട്ടലുകൾ പ്രതിനിധികൾക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. വൈകിട്ട് നേതാക്കളെ ഒന്നടങ്കം സബർമതി ആശ്രമത്തിലെ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സാക്ഷിയായ സബർമതി നദി തീരത്താണ് AICC സമ്മേളനം ചേരുന്നത്. പാർട്ടിയുടെ അടിമുടി മാറ്റവും അടിത്തറ ശക്തിപ്പെടുത്തലും ലക്ഷ്യമിട്ട് DCCകളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അടങ്ങിയ പ്രമേയം ഇവിടെ പാസാക്കും. DCCകളുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതാണ് പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ. ആവശ്യമെങ്കിൽ ഇതിനു വേണ്ട ഭരണഘടനാ ഭേദഗതിക്കും പ്രവർത്തക സമിതി അനുമതി നൽകിയേക്കുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. സാമ്പത്തികം, സാമൂഹികം, വിദേശകാര്യം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ച് ഒറ്റ പ്രമേയമാണ് അവതരിപ്പിക്കുക. ഗാന്ധിജിയുടെയും പട്ടേലിന്റെയും സംഭാവനകളെയും പ്രമേയത്തിൽ ഊന്നി പറയുമത്രേ. ആകെ ഊന്നി പറയാൻ ഗാന്ധിജിയുടെ കാര്യം തന്നെയേ ഉള്ളൂ ഇപ്പോഴും. അല്ലാതെ രാഹുലിനും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും ഒക്കെ കൂടെ ഈ ഗാന്ധി പേരല്ലാതെ ഊന്നിയും അല്ലാതെയും പറയാൻ സ്വന്തം സംഭാവന ഒന്നുമില്ലല്ലോ.